ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋഷ്യാസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോർജിയയിലത്തെ ഡേ 3 ആണ്. ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി, കാരണം എൻ്റെ എക്സാംസ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുദൗരിയിലും അനാനുരിയിലേക്കുമാണ്. ഗുദൗരി സീ ലെവലിൽ നിന്ന് 7200 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. ടിബ്ലിസിൽ നിന്ന് ഒരു 120 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് കേട്ടോ ഗുദൗരി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവരിങ്ങനെ കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഐ ലവ് ഗുദൗരി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഡിസംബറിലായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. -4 വരെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഡിസംബർ ടു ഏപ്രിലാണ് കേട്ടോ ഇവിടുത്തെ സീസൺ. ഇവിടെ ഓരോ റിസോർട്ട്സിൻ്റെയൊക്കെ മുമ്പിൽ നല്ല കട്ടിയിൽ തന്നെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കസ്ബഗിയിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ബ്ലോക്കായിരുന്നു. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കസ്ബഗിയിലോട്ട് പോകാൻ പറ്റിയില്ല. കസ്ബഗിയിലോട്ട് പോകുന്നവരെന്തായാലും ബൂട്ട്സ് കയ്യിൽ കരുതുക. ഇനി നമ്മൾ തിരിച്ച് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് അനാനുരിയിലേക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ അനാനുരിയിൽ എത്തിയിട്ടുണ്ട്. അനാനുരി ടിബ്ലിസിൽ നിന്ന് 72 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് കേട്ടോ ഉള്ളത്. ഈ കോട്ട യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന താൽക്കാലിക പട്ടികയിൽ ചേർന്നിട്ടുണ്ട്. ഈ അനാനുരിയുടെ പിന്നിലുള്ള ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 13ാം നൂറ്റാണ്ടിൽ ഫ്യൂഡൽ രാജവംശത്തിൻ്റെ കോട്ടയായിരുന്നു അനാനുരി. അവിടെ കുറേ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുകയും കോട്ട ഉപരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. കോട്ടയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു തുരങ്കമുണ്ടായിരുന്നു. ആ തുരങ്കത്തിൽ നിന്ന് കോട്ടയിൽ അകപ്പെട്ട ആൾക്കാർക്ക് ഫുഡും വെള്ളമൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ ഈ തുരങ്കത്തിൻ്റെ കാര്യം ശത്രു സൈന്യത്തിന് കണ്ടുപിടിക്കാനായില്ല. അങ്ങനെ അവർ 100-ൽ നിന്ന് അന എന്നൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോവുകയും കുറേയധികം ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷെ അവർ ഒരിക്കലും ഈ തുരങ്കത്തിനെ പറ്റി ശത്രുക്കളോട് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ അവർ മരണപ്പെടുകയും ചെയ്തു. അനയുടെ ഓർമ്മയ്ക്കാണ് ഈ കോട്ടയ്ക്ക് അനാനുരി എന്ന പേര് വന്നത്. ഇതിൻ്റെ അടുത്തുകൂടെ തന്നെയായിരുന്നു അരക്വി നദിയും പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയായിരുന്നു. ഇപ്പം ഈ ഫോർട്ടിൻ്റെയൊക്കെ ചുറ്റിലും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു.
ജോർജിയയിൽ വന്നപ്പോൾ കുറേ അധികം മലയാളികളെ കാണാൻ പറ്റിയിരുന്നു. അവരിൽ ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാവരും തന്നെ ഗൾഫ് കൺട്രീസിൽ നിന്ന് വന്നവരായിരുന്നു. കാരണം ഗൾഫ് വിസ ഉള്ളവർക്ക് ഒത്തിരി എക്സ്പെൻസീവ് അല്ലാണ്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അനാനുരിയോട് കൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിയുകയാണ്. ഇനി നമ്മൾ നേരെ ടിബ്ലിസിയിലത്തെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം കൂടുതലും യാത്രയായിരുന്നു. എന്നാലും നമ്മൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. കാരണം കാറിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ പോയ സ്ഥലത്തും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത് ജോർജിയയിലത്തെ ഡേ 3 ആയിരുന്നു. ഇനി ഡേ 4ഉം ഡേ 5ഉം ഒക്കെ ഉണ്ട്. സോ എല്ലാവരും അതൊന്നും കാണാൻ മറക്കല്ലേ. സോ ബൈ ബൈ.